ഹായ് ഫ്രണ്ട്സ്, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഓർക്കിഡ് ചെടി മദർ പ്ലാന്റിൽ നിന്നും എങ്ങനെ ബേബി പ്ലാന്റിനെ മാറ്റി ചെറിയ കുട്ടകളിലാക്കാം എന്നുള്ളതാണ്. ഞങ്ങളിത് ഏകദേശം ഒരു വർഷമായി ഈ ഓർക്കിഡ് നട്ടിട്ട്. ഇതിനകത്ത് ഒത്തിരി പൂക്കളുണ്ടായി. ആ പൂക്കളൊക്കെ മാറി കുറേ ബേബി പ്ലാന്റും വന്ന് ഇത് ആ കൊട്ടയ്ക്കകത്ത് തിങ്ങി. അപ്പോൾ ആ കൊട്ട ചിലതൊക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അത് ബേബി പ്ലാന്റിലേക്ക് മാറ്റി ചെറിയ കൊട്ടകളിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, ഇതൊക്കെ പൂക്കൾ വന്ന കമ്പുകളാണ്. അതിൽ ഇലയൊന്നും ഇല്ല എങ്കിലും നമ്മൾ അത് മാറ്റി ചെറിയ കുട്ടകളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇലകളും മുളകളൊക്കെ വരും. അതൊന്നും കളയരുത് കേട്ടോ. നമുക്ക് മദർ പ്ലാന്റിന് അത് ഒരു കേട് കൂടാതെ എല്ലാത്തിലും നമ്മൾ എടുക്കുന്ന എല്ലാത്തിലും വേരുണ്ടായിരിക്കണം. കണ്ടോ, ഇങ്ങനെ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ മദർ പ്ലാന്റ് മാറ്റി വലിയ കൊട്ടയിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിന് നമ്മൾക്ക് എയർ സർക്കുലേഷൻ വേണം. അതിനുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്: കമ്പോട്, ഇഷ്ടിക കഷ്ണം, അതുപോലെ തൊണ്ട്, ചകിരിയുള്ള മടൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, മുറിച്ച് വൃത്തിയാക്കുന്നത്. പിന്നെ കരിക്കഷ്ണം എന്നിവയൊക്കെ ഇതിലിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല വായു സഞ്ചാരം വേണം. നമ്മൾ ഓർക്കിഡ് വയ്ക്കുന്നത് എപ്പോഴും ഇതുപോലെ ഹോളുള്ള കൊട്ടകളിലാണ്. കണ്ടോ, അതിന് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അതോടൊപ്പം തന്നെ നല്ല വായു സഞ്ചാരവും വേണം. കണ്ടോ, മദർ പ്ലാന്റിനെ ഞാൻ അതിൽ നിന്നും വേർതിരിച്ചെടുത്ത് ഇങ്ങനെ വെച്ചു. കണ്ടോ, നമ്മളെ ഇഷ്ടിക കഷ്ണവും കരിക്കട്ടയും അതുപോലെ ചകിരിയും ഒക്കെ വെച്ച് മദർ പ്ലാന്റിനെ കൊട്ടയ്ക്കകത്ത് വെച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ കണ്ടോ, ഇത് സാഫാണ്. ഒരു ഫംഗസൈഡ് കെമിക്കലാണിത്. കണ്ടോ, ഇതൊരു 2 ഗ്രാം അതുപോലെ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഓർക്കിഡ് ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകാതിരിക്കാനും അതുപോലെ അതിന് നമ്മൾ മുറിച്ച് മാറ്റിയതല്ലേ, അപ്പോൾ അതിൽ ഒരു ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് മുക്കി എടുക്കുകയാണ്. അത് ആ ഇലകളിലൊക്കെ ഒന്ന് തളിച്ച് ഒന്ന് മുക്കിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കണ്ടോ, ഇനി അതിൻ്റെ ബേബി പ്ലാന്റ് ഒത്തിരി നീട്ടമുള്ള ആ ഒരു വേരൊക്കെ നമുക്ക് അങ്ങോട്ട് മുറിച്ച് കളയാം. എന്താ വെച്ചാൽ അത് കൊട്ട തിങ്ങും. കണ്ടോ, എന്നിട്ട് ചെറിയ കൊട്ട, ഇതുപോലത്തെ ചെറിയ കൊട്ടയിലേക്ക് നമ്മൾ ആ ബേബി പ്ലാന്റിനെ ഇങ്ങനെ വെക്കുകയാണ്. കണ്ടോ, അതിലും കൊള്ളാവുന്ന കമ്പും അതുപോലെ കമ്പോടും ഇഷ്ടിക കഷ്ണവും കരിക്കട്ടയും അതുപോലെ ചകിരിയും ഒക്കെ വെച്ച് കൊടുത്ത് അതിനെ ചരിഞ്ഞു പോകാതെ നേരെ നിൽക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് തിക്കായിട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ ഇടുന്നത് കൊണ്ട് അതിനകത്ത് എയർ സർക്കുലേഷൻ ഉണ്ടാകും. നമ്മൾ മണ്ണൊരിക്കലും ഇടരുത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഈ ഓർക്കിഡ് അതിൻ്റെ വേര് കയറി പിടിക്കുവാനായിട്ട് സുഖമുള്ളത്. കണ്ടോ, എന്നിട്ട് അത് നമ്മൾക്ക് ഇതിപ്പോൾ തളിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഇതിങ്ങനെ എടുത്തതുകൊണ്ട് അതിന് ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളതങ്ങനെ സാഫ് മുക്കിയെടുക്കുന്നത്. അതിന് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയും അതിൻ്റെ മുറിവിന് വലിയ കേട് വരാതിരിക്കാൻ വേണ്ടിയും അത് പെട്ടെന്ന് റെഡിയായി അതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത്. ഇത് സാഫ് നല്ലതാണ്, എല്ലാ ചെടികൾക്കും നല്ലതാണ്. ഈ ഇലയ്ക്കൊക്കെ മഞ്ഞ നിറം ഉണ്ടാകുമ്പോഴും അതുപോലെ വേരൊക്കെ ചീഞ്ഞു പോകാതിരിക്കാനും ഇലയുടെയൊക്കെ മഞ്ഞ നിറം പോകുവാനും അതുപോലെ ചെടിക്ക് നല്ല ഉന്മേഷം ഉണ്ടാകുവാനും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സാഫ് നമ്മൾ ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ടോ, ബേബി പ്ലാന്റ് മാറ്റി ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഒരു നല്ല ആ കൊട്ടയിൽ തിക്കായി കഴിയുമ്പോൾ നമുക്കിതുപോലെ മാറ്റി മദർ പ്ലാന്റിൽ നിന്ന് ഒരു 5-6 ബേബി പ്ലാന്റ് നമുക്ക് കിട്ടും. പക്ഷേ എല്ലാത്തിലും ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം: എല്ലാ കമ്പിലും വേരുണ്ടായിരിക്കണം. എന്നാലേ അത് നന്നായിട്ട് വളരത്തുള്ളൂ. കണ്ടോ, ഇത് പൊട്ടിപ്പോയി, ആ വേര് തിങ്ങി ആ കൊട്ട പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഉടനെ തന്നെ അത് മാറ്റി കൊടുക്കണം.
പക്ഷെ നമ്മൾ മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ല. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോഴൊന്ന് കുടഞ്ഞൊക്കെ നോക്കണം. അതിൻ്റെ ഉള്ളിൽ വല്ല ചെറിയ ചെറിയ പ്രാണികളോ ചെറിയ ചെറിയ കീടങ്ങളോ അല്ലെങ്കിൽ വല്ല ഇഴജന്തുക്കളോ വല്ലതൊക്കെ ഇരിപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കുടഞ്ഞിട്ട് വേണം നമ്മളൊന്ന് നോക്കിയെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അതിൽ പിടിച്ചിരിക്കുന്ന ആ കമ്പോടും കരിക്കട്ട എല്ലാം അതിനകത്ത് ഇങ്ങനെ അള്ളി പിടിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി അങ്ങനെ ഇങ്ങനെ അത് നമ്മൾ കൈ കൊണ്ട് പിരിച്ചിട്ട് പോരുന്നില്ല എങ്കിൽ പതുക്കെ ഒരു ചെറിയ കത്തി കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പോറി കൊടുത്തിട്ട് നമുക്കത് പിരിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേര് പോകരുത് കേട്ടോ. വേരുണ്ടായിരിക്കണം. എല്ലാ കഷ്ണത്തിലും എല്ലാ പ്ലാന്റിലും വേരുണ്ടായിരിക്കണം. ഇപ്പോൾ ഇലയില്ല എങ്കിൽ പോലും കണ്ടോ, ഇതിനകത്തൊന്നും ഇലയില്ല. ഇതൊക്കെ നമുക്ക് പൂവുണ്ടായി കഴിഞ്ഞിട്ടുള്ള കമ്പുകളൊക്കെയാണിത് കണ്ടോ. ഇതിനകത്ത് എത്ര കമ്പുണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 കമ്പോളം ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ നമുക്ക് ഓരോ കമ്പായിട്ട് നമുക്ക് വേർതിരിച്ച് വെക്കുവാൻ സാധിക്കും കണ്ടോ. ഇതിനകത്ത് ഇലയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തൊക്കെ ഇല വന്നോളും. ഒരു 6 ആഴ്ച കഴിയുമ്പോൾ ഇത് പതുക്കെ ഫ്രഷായിട്ട് കൂമ്പൊക്കെ വന്ന് പതുക്കെ ഇലകളൊക്കെ വരാൻ തുടങ്ങും. ഇത് നമ്മൾ കളയരുത്. ഇതൊന്നും മുറിച്ച് കളയരുത് കണ്ടോ. ഇങ്ങനെ പതുക്കെ പോരുന്നില്ല എങ്കിൽ പതുക്കെ കത്തി കൊണ്ടൊന്ന് പോറി കൊടുത്തിട്ട് നമുക്കിങ്ങനെ പിരിച്ച് എടുക്കാം കണ്ടോ. എന്നിട്ട് അതിൻ്റെ മദർ പ്ലാന്റിന് നമ്മൾ ആ വലിയ കൊട്ടയിലേക്ക് വെച്ച് ഒന്ന് ചുറ്റിനും ഇതൊക്കെ ഇതിൻ്റെ ഈ കമ്പോടും അതുപോലെ ഇഷ്ടിക കഷ്ണവും അതുപോലെ ചകിരിയും കരിക്കട്ടയാണ് ഇതിൻ്റെ ഈ ഓർക്കിഡിൻ്റെ അതുപോലെ ആന്തോറിയത്തിൻ്റെ ഓർക്കിഡിൻ്റെയൊക്കെ പ്രധാന ഒരു സംഭവം എന്ന് പറയുന്നത് കരിക്കട്ടയാണ് കണ്ടോ. ഇങ്ങനെ വെച്ച് ഒന്ന് ഉറപ്പിച്ച് അതിൻ്റെ ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫിലൊക്കെ മുക്കി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം മദർ പ്ലാന്റിനെ കണ്ടോ. കരിക്കഷ്ണങ്ങളൊക്കെ നമുക്ക് വേണ്ടുവോളം ഇട്ട് കൊടുക്കാം. വലിയ വിലയൊന്നുമില്ലല്ലോ. നമ്മൾക്ക് നേഴ്സറിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിക്കട്ട കിട്ടും. അതിന് വലിയ വില. അതുപോലെ സാഫും എല്ലാം നമ്മൾക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടും കണ്ടോ. ഇങ്ങനെ ഇത് മദർ പ്ലാന്റിനെ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. ഇതിലൊക്കെ മുട്ടുണ്ട്. ആ മുട്ടിനൊന്നും ഒരു കേടും വരത്തില്ല. നമ്മൾക്കൊന്ന് അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി ഇതുപോലെ സാഫിൽ ഒക്കെ ഒന്ന് മുക്കി ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അതിന് മുറിച്ച ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി അത് നമുക്ക് സാഫിലൊക്കെ മുക്കി മാറ്റി വയ്ക്കാം. ബേബി പ്ലാന്റിനെയും അതുപോലെ കണ്ടോ. ഇങ്ങനെയാണ് ഇത് മദർ പ്ലാന്റിൽ നിന്ന് ബേബി പ്ലാന്റ് പറിച്ച് മാറ്റി നമ്മൾ വയ്ക്കുന്നത്. നമ്മളെപ്പോഴും ഇത് ഓർക്കിഡ് വയ്ക്കുമ്പോൾ ഇതുപോലെ ഹോളുള്ള കൊട്ടകളിലാണ് വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ അതിന് വായു സഞ്ചാരം വേണം. വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം വന്നു പോകണം. വെള്ളം ഒഴിക്കുക, അതിന്മേൽ തങ്ങി പതുക്കെ എല്ലാത്തിലും നിൽക്കുക, എന്നിട്ടത് പോവുക. അല്ലാതെ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഹോളുള്ള കൊട്ടയ്ക്കകത്ത് ഓർക്കിഡ് വയ്ക്കുന്നത് കണ്ടോ. ഇതിനൊന്നും ഇലയൊന്നുമില്ല, വെറുതെ തണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ വേര് ഉണ്ടാകണം. അതൊരു നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. വേരുണ്ടാകണം. ഇലയൊന്നും ഇല്ല എങ്കിലും നമ്മൾക്ക് വിഷമിക്കേണ്ട, ഇല വന്നോളും. ഇലയും കൂമ്പും ഒക്കെ വന്നോളും പതുക്കെ കണ്ടോ. ഇങ്ങനെ ഓരോന്നും നമ്മളെ സൂക്ഷിച്ച് പിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊട്ടയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഒത്തിരി ഓർക്കിഡ് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇങ്ങനെ പിരിച്ച് വെച്ച് ബേബി പ്ലാന്റ് പിരിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ഓർക്കിഡ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് നമ്മൾക്ക് ഇത് കേരളത്തിലെ ഈർപ്പമുള്ള കാലാവസ്ഥയായത് കാരണം മിക്കവാറും തന്നെ ഓർക്കിഡ് നശിച്ചു പോകത്തില്ല. അത് തണുപ്പാണല്ലോ ഇതിന് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഓർക്കിഡിന് നല്ല കാലാവസ്ഥയാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പൂക്കൾ കിട്ടും ഓർക്കിഡിൽ നിന്ന്. പെട്ടെന്ന് വാടിപ്പോകില്ല. ഓർക്കിഡിൻ പൂക്കളുടെ കാര്യം നമുക്കറിയാമല്ലോ. മറ്റുള്ള ചെടികളുടെ പൂക്കളെ പോലെ വാടിപ്പോകത്തില്ല പെട്ടെന്ന്. അത് ഒരു 2 മാസത്തിൽ കൂടുതൽ നിൽക്കും അല്ലേ. സൂര്യപ്രകാശം കിട്ടണം. ഒത്തിരി സൂര്യപ്രകാശമല്ല, എന്നാലും സൂര്യപ്രകാശം കിട്ടണം. ഇപ്പം നമ്മൾ പിരിച്ചു വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും വെയിലത്ത് നമ്മൾ വെക്കരുത്.
കേട്ടോ. അത് നമ്മൾ എവിടെയെങ്കിലും തണലത്ത് മാറ്റി വയ്ക്കുക. അതൊന്ന് ഉന്മേഷമായിട്ട് വന്നിട്ട് മാത്രം നമ്മൾ വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അത് ബേബി പ്ലാന്റിൽ നമുക്ക് മദർ പ്ലാന്റിനെ നമുക്ക് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ബേബി പ്ലാന്റിന് നമുക്ക് നന്നായിട്ട് അതിൻ്റെ മുളയൊക്കെ വന്ന് ഒന്ന് ഇലയൊക്കെ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെയിലത്തേക്ക് മാറ്റി വയ്ക്കാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇതിന് നമ്മൾക്ക് പല വളങ്ങളുണ്ട്. ഓർഗാനിക്കും ഉണ്ട്, ഇൻഓർഗാനിക്കും ഉണ്ട്. നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഗ്രോത്ത് ഹോർമോണും അതുപോലെ ഫ്ലവർ ഹോർമോണും അതുപോലെ നമ്മളുടെ പഴത്തിൻ്റെ തൊലികളൊക്കെ മിക്സിയിലിട്ട് അടിച്ച് അത് നിറപ്പിച്ച് ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. എൻ്റെ വളപ്രയോഗത്തിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ നമ്മളിത് പിരിച്ച് വയ്ക്കുന്ന ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും എങ്ങനെ ബേബി പ്ലാന്റ് മാറ്റി വയ്ക്കാം എന്നുള്ളതൊരു വീഡിയോ ആണ്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ വളപ്രയോഗത്തെക്കുറിച്ച് വേറൊരു വീഡിയോ ഇടുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഇത് ഈ മദർ പ്ലാന്റിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ പിരിച്ചെടുത്ത ആ സാപ്പിലേക്ക് മുക്കി മാറ്റി വെച്ച് തണലത്ത് വെച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ ടവറിൻ്റെ ഓർക്കിഡ് ടവർ ഉണ്ടാക്കിയത്, അതുപോലെ നമ്മൾക്ക് ഈ മദർ പ്ലാന്റിനെ വെച്ച് ടവർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കൊട്ടയുടെ ആവശ്യം വരികയില്ല. അറിയാമല്ലോ, ടവർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഒന്നിച്ച് ഈ മദർ പ്ലാന്റിനെല്ലാം നമ്മൾക്ക് ആ ടവറിൽ കൊള്ളിക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഓർക്കിഡ് ടവർ ഉണ്ടാക്കുന്നതാണ്. ഇത്രയും കൊട്ടകൾ നമുക്ക് ആവശ്യം വരത്തില്ല. ആ ടവറിലാകുമ്പോൾ നമുക്ക് കൊട്ടയുടെ ആവശ്യം വരത്തില്ല. അതുപോലെ ഇതുപോലെ വേര് തിങ്ങി വരുന്നു എന്നുള്ളൊരു പ്രശ്നവും വരത്തില്ല. ആ ടവറിലാകുമ്പോൾ നമ്മൾ ആ ടവറിൽ പിടിച്ചിരുന്നോളും ആ വേര് മൊത്തം. അപ്പോൾ അത് പൊട്ടുക എന്നുള്ളൊരു പ്രശ്നം വരത്തില്ല. ഈ കൊട്ടയിലാകുമ്പം ഇത് തിങ്ങിക്കഴിയുമ്പോൾ കണ്ടോ, കൊട്ട പൊട്ടിപ്പോകുന്നുണ്ട്. തിങ്ങിക്കഴിയുമ്പോൾ കൊട്ട പൊട്ടിപ്പോകും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അല്ലേ, അതൊരു പരിധി കഴിയുമ്പോൾ ആ കൊട്ട പൊട്ടും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഓർക്കിഡ് ടവറിൽ വെക്കുന്നതാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേര് നമ്മൾ സൂക്ഷിച്ച് വേര് പൊട്ടാതെ വയ്ക്കുക എന്നുള്ളത് ചെറിയൊരു ശ്രദ്ധ വേണം അതിനകത്ത്. കണ്ടോ, കരിക്കട്ടയാണ് ഓർക്കിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലേ. പിന്നെ നമ്മൾക്ക് ഇതുപോലെ മടൽ ചെറുതായിട്ട് കീറി അത് ഒന്ന് കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടോ, വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയും വേറെ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. കണ്ടോ, ഓർക്കിഡിൻ്റെ പൂക്കളൊക്കെ കണ്ടോ, എന്ത് രസമാണ്. എത്ര നാൾ വേണേലും ഒരു 2 മാസമല്ല, 3 മാസമല്ല, 4 മാസം വരെയൊക്കെ നിൽക്കും ചില ഓർക്കിഡിൻ്റെ പൂക്കൾ. നശിച്ചു പോകത്തില്ല. കണ്ടോ, അത്ര ഭംഗിയായിട്ട് നിൽക്കുന്നു. കണ്ടോ, കൊട്ടയിൽ വയ്ക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇങ്ങനെ വയ്ക്കുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.